ഓണത്തിന് 2 മാസത്തെ ക്ഷേമ പെൻഷൻ നൽകും. നാളെ മുതൽ പെൻഷൻ വിതരണം ആരംഭിക്കും. ഇതിനായി 1679 കോടിയാണ് സർക്കാർ അനുവദിച്ചിരിക്കുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലാണ് ഇക്കാര്യം അറിയിച്ചത്. 62 ലക്ഷത്തോളം പേർക്കാണ് ഓണത്തിന് 3200 രൂപ വീതം ലഭിക്കുന്നത്. ആഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കൂടിയാണ് അനുവദിച്ചിരിക്കുന്നത്. വി അരുൺ ചേരുന്നു. അരുൺ, വളരെ പ്രധാനപ്പെട്ട തീരുമാനമാണ്. ഇങ്ങനൊരു സൂചന ഉണ്ടായിരുന്നു. എന്തായാലും സർക്കാർ ഈ മാസത്തെ പെൻഷന് പുറമെ ഒരു ഗഡു കൂടി അനുവദിക്കുന്നു. അങ്ങനെ ഓണത്തിന് വലിയൊരു ആശ്വാസമാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്. തീർച്ചയായിട്ടും 3200 രൂപ ഒരു ഉപഭോക്താവിന്റെ അക്കൗണ്ടിലേക്ക് എത്തും ഓണത്തിന്. അത് ഓണ സമ്മാനം എന്ന രീതിയിലാണ് സർക്കാർ നൽകുന്നത്. ഇനി ഒരു ഗഡു കൂടി കുടിശ്ശികയുണ്ട്. അടുത്ത മാസം അത് ഇപ്പോഴത്തെ രണ്ട് പെൻഷൻ നൽകിയാൽ ആ കുടിശ്ശിക തീരും. അതായത് പിന്നീട് ക്ഷേമ പെൻഷൻ മാസാമാസം നൽകിയാൽ സർക്കാരിന് പഴയ ചീത്തപ്പേര് മാറ്റാൻ കഴിയും. കാരണം ക്ഷേമ പെൻഷന് കുടിശ്ശിക വരുത്തി വലിയ രാഷ്ട്രീയ വിവാദമായി മാറിയിരുന്നു. ഇടതുമുന്നണിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഏതായാലും 1600 രൂപ വീതം 3200 രൂപ വരും ദിവസങ്ങളിൽ ഉപഭോക്താക്കളുടെ അക്കൗണ്ടിൽ വരും. ഇതിനായി 1679 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചത്. 62 ലക്ഷത്തോളം പേർക്ക് ഈ 3200 രൂപ ലഭിക്കും. ഓഗസ്റ്റിലെ പെൻഷന് പുറമെ ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് നൽകുന്നത്. നാളെ മുതൽ ഇത് ഉപഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തും. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടിൽ തുക എത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് വഴി വീട്ടിലെത്തി തുക കൈമാറുകയും ചെയ്യും. കേന്ദ്രത്തിന്റെ സഹായവും ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ടെന്ന് സർക്കാർ വ്യക്തമാക്കുന്നു. ദേശീയ പെൻഷൻ പദ്ധതിയുടെ കേന്ദ്രവേതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിന് ആവശ്യമായ 42.42 കോടി രൂപ സംസ്ഥാനം മുൻകൂർ അനുവദിക്കുകയായിരുന്നു. കേന്ദ്രത്തിന്റെ തുക ഇനി കിട്ടേണ്ടതുണ്ടെന്നാണ് ഈ വാർത്താക്കുറിപ്പിൽ പറയുന്നത്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. പക്ഷേ സംസ്ഥാന സർക്കാർ അത് മുൻകൂറായ തുക കൂടി നൽകിയാണ് ഇപ്പോൾ ഈ പെൻഷൻ വിതരണം ചെയ്യുന്നത്. എന്തായാലും 3200 രൂപ ആളുകളുടെ അക്കൗണ്ടിലെത്തും. പെൻഷൻ വിതരണം സർക്കാർ നടത്തുന്നു. ഈ മാസം ഒരു കുടിശ്ശിക കൂടി അനുവദിക്കുന്നതോടുകൂടി സർക്കാരിന് കുടിശ്ശികയിലെ ബാധ്യത ഒഴിയുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പൂർണ്ണമായും കുടിശ്ശിക കൊടുത്തു തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്.